നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലം ഇത് പ്രവചനാതീതമാണ്. ഇവിടുത്തെ വോട്ടർമാരുടെ മനസ്സ് 1967 കോൺഗ്രസിലെ അതികായൻ ആർ ശങ്കർ CPMലെ കെ അനിരുദ്ധനും മുന്നിൽ വീണു. 89 മണ്ഡലത്തിൽ കന്നി അംഗത്തിനെത്തിയ CPMന്റെ സുശീല ഗോപാലൻ കോൺഗ്രസിലെ തലേക്കുന്നിൽ ബഷീറിനോട് തോറ്റു. ഇടതുകോട്ടയായിരുന്ന മണ്ഡലം പിടിക്കാനെത്തിയ വയലാർ രവി 1971 77 വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചതും പിന്നീട് കോൺഗ്രസിലെ റഹീമിന് മുന്നിൽ 1980 പരാജയപ്പെട്ടതും 3 തവണ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച സമ്പത്തിന് കഴിഞ്ഞ തവണ കാലിടറിയതും ചരിത്രമാണ്. കഴിഞ്ഞ തവണ അടൂർ പ്രകാശിനോടാണ് പരാജയപ്പെട്ടത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP നേതാവ് ശോഭാ സുരേന്ദ്രന് 2 ലക്ഷത്തിൽ പര വോട്ടാണ് കിട്ടിയത്. ഇത്തവണ ആറ്റിങ്ങലിനെ കാര്യമായി തന്നെ ഗൗനിക്കാനാണ് BJPയുടെ തീരുമാനം. കേരളത്തിലെ 6 പാർലമെൻറ്റ് മണ്ഡലങ്ങളാണ് BJP പ്രധാനമായിട്ടും നോട്ടമിട്ടിരിക്കുന്നത്. അതിൽ അതിപ്രധാനമായിട്ടുള്ളത് തിരുവനന്തപുരവും മറ്റൊന്ന് തൃശ്ശൂരുമാണ്. അത് കഴിഞ്ഞാൽ ആറ്റിങ്ങൽ, പാലക്കാട്, പത്തനംതിട്ട, കാസർഗോഡ് എന്നീ നിയോജക മണ്ഡലങ്ങളിലാണ്. ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൽ നിന്നും പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്നും ഈ 2 ലക്ഷത്തിലധികം വോട്ടെന്ന് പറയുന്നത് ഒരു നിസ്സാരപ്പെട്ട കാര്യമല്ല. കാരണം മറ്റാർക്കും സാധിക്കാത്ത കാര്യമാണ് ശോഭാ സുരേന്ദ്രൻ അവിടെ നേടിയെടുത്തത്. സിറ്റിംഗ് MP അടൂർ പ്രകാശ് തന്നെ വീണ്ടും മത്സരിക്കുമെന്നാണ് കോൺഗ്രസ് ക്യാമ്പിലെ സംസാരം. ഈ അടൂർ പ്രകാശിന് പത്തനംതിട്ട മണ്ഡലത്തിലേക്ക് പോകാനും താല്പര്യമുള്ളതായിട്ടാണ് അറിയുന്നത്. അദ്ദേഹം മുമ്പ് കോന്നി നിയോജക മണ്ഡലത്തിലെ MLA കൂടി ആയിരുന്നല്ലോ. അതുകൊണ്ട് പത്തനംതിട്ടയും ഒക്കെയായിട്ട് വലിയ ബന്ധമുള്ള ആളാണ്. അവിടെ അല്പം ജനപ്രിയനായിട്ടുള്ള ആൾ കൂടിയാണ്. അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകാനുള്ള സാധ്യതയുമുണ്ട്. യുവ നേതാവ് ശബരിനാഥിൻ്റെ പേരും ആറ്റിങ്ങൽ മണ്ഡലത്തിൽ കേൾക്കുന്നുണ്ട്. മുതിർന്ന നേതാവും രാജ്യസഭാ MPയുമായ V മുരളീധരനെ BJP പരിഗണിക്കുമ്പോൾ രാജ്യസഭാ MPയും യുവജന നേതാവുമായ റഹീമാണ് CPMന്റെ സ്ഥാനാർത്ഥി എന്നുണ്ടെങ്കിൽ രാവിലെ 8 മണിക്ക് തന്നെ തോറ്റു എന്ന് നമുക്കങ്ങ് പറയാം. അതുപോലെ VK പ്രശാന്ത് MLAയുടെ പേരും പറയുന്നുണ്ട്. VK പ്രശാന്ത് ജനകീയനാണ്. തിരുവനന്തപുരത്ത് മേയർ സ്ഥാനത്തിരിക്കുമ്പോൾ കിട്ടിയ ജനകീയത വെച്ചാണ് വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അതിൽ കൂടെ കയറി വന്നു. ഇപ്പോൾ വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിലെ MLAയും കൂടിയാണ്. CPM ജില്ലാ സെക്രട്ടറി V ജോയി എന്നിവരുടെ പേരും പറയുന്നുണ്ട്. എന്തായാലും BJPയിൽ നിന്ന് മുരളീധരൻ ആ മണ്ഡലം എടുത്തിരിക്കുകയാണ്. ശോഭാ സുരേന്ദ്രന് മണ്ഡലം നോട്ടമുണ്ടായിരുന്നു. BJPയുടെ ഗ്രൂപ്പിസം നമുക്കറിയാമല്ലോ. ഏതെങ്കിലും തരത്തിൽ അല്പം വോട്ട് കൂടുതൽ വാങ്ങിച്ച് വിജയിക്കാൻ സാധ്യതയുണ്ടെന്നുണ്ടെങ്കിൽ അവർ തന്നെ ഈ തോൽപ്പിച്ചു കളയും. ഈ കോൺഗ്രസ്സുകാരുടെ ഒരു തരം സ്വഭാവം ചില സമയത്ത് BJPയിലും കടന്നുകൂടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സമ്പത്തും പരിഗണിക്കപ്പെട്ടേക്കും എന്നാണ് അറിയപ്പെടുന്നത്. മണ്ഡലത്തിൽ ഉൾപ്പെട്ട 7 നിയമസഭാ മണ്ഡലങ്ങളിലെ ഇടത് MLAമാരാണ്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. 2019 നമ്മൾ കണ്ട എന്താണ്? കോൺഗ്രസ്സുകാർ കൊണ്ടുപോയില്ലേ എല്ലാം. കോൺഗ്രസിനൊപ്പമായിരുന്ന അരുവിക്കരയും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതു മുന്നണി തിരിച്ചു പിടിച്ചു. അത് ശബരിനാഥിൻ്റെ കുഴപ്പം കൊണ്ട്. ശബരിനാഥ് അവിടെ എന്ത് പിണ്ണാക്ക് ചെയ്തു വെച്ചു. അതുകൊണ്ടാണ് ആ മണ്ഡലം നഷ്ടപ്പെട്ടത്. വർക്കല, നെടുമങ്ങാട് മുനിസിപ്പാലിറ്റികൾ ഇടത് ഭരണത്തിലാണ്. ഭൂരിപക്ഷം പഞ്ചായത്തുകളും ഭരിക്കുന്നത് LDF തന്നെ. അടൂർ പ്രകാശിൻ്റെ സ്വീകാര്യത കഴിഞ്ഞാൽ വർദ്ധിച്ചു വരുന്ന BJP സാന്നിധ്യമാണ് ഇടതുപക്ഷത്തെ ആശങ്ക. ഇവിടെ എനിക്ക് തോന്നുന്ന ആറ്റിങ്ങൽ മണ്ഡലത്തിലെ മത്സരം കോൺഗ്രസും BJPയും ആയിട്ടായിരിക്കും. അവിടെ CPM നിഷ്പ്രഭരായി മാറും. തിരുവനന്തപുരത്ത് CPIയുടെ സ്ഥിതിയുണ്ടല്ലോ, 3ാം സ്ഥാനത്തേക്ക് പോയി കിടക്കുന്നത്. അതേ സ്ഥിതി ഇത്തവണയും തുടരും. ആനി രാജയുടെ പേര് പറയുന്നുണ്ട്, പന്നിയൻ രവീന്ദ്രൻ്റെ പേര് പറയുന്നുണ്ട്. ആനി രാജയാണെന്നുണ്ടെങ്കിൽ രാവിലെ 8 മണിക്ക് തന്നെ തോൽവി ഉറപ്പ്. പന്നിയൻ രവീന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ശശി തരൂരിനോട് എതിരിട്ട് നിൽക്കാൻ ഇന്നത്തെ സ്ഥിതിക്ക് സാധിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. അതുപോലെ
CPM അവിടെയും ആറ്റിങ്ങലിലും നിഷ്പ്രഭമായി മാറുമെന്നുള്ളതാണ്. ഈ ഡബിൾ എ റഹീമൊക്കെ വന്നു നിന്നിട്ട് എന്ത് ചെയ്യാനാണ് അവിടെ? ഇനിയും പല വർഗീയതകളൊക്കെ അവിടെ ചിലപ്പോൾ ഇറക്കി വിട്ടെന്നിരിക്കും. കേവലം 7% നിന്ന് 24% ആ കുതിപ്പ് അവിടെ BJP നേടിയെടുത്തിരിക്കുന്നത്. വി മുരളീധരനെ ആറ്റിങ്ങലിൽ മത്സരിപ്പിക്കാൻ BJPയുടെ നീക്കം. മണ്ഡലത്തിൽ സജീവമായ അദ്ദേഹത്തിന് ആറ്റിങ്ങൽ മാർക്കറ്റിന് സമീപം തന്നെ ഓഫീസും ഒക്കെ ഉണ്ട്. മാസത്തിൽ 2 തവണ അദ്ദേഹം അവിടെ ഓഫീസിൽ ഉണ്ടാകും. രാമക്ഷേത്ര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട അക്ഷത വിതരണം സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വീടുകളിൽ എത്തിയത് ആറ്റിങ്ങലിലാണെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. CPMന്റെ ഉറച്ച കോട്ടയായിരുന്നു ആറ്റിങ്ങലിൽ. കഴിഞ്ഞ തവണത്തെ തോൽവി പാർട്ടിക്ക് വളരെ ക്ഷീണമുണ്ടാക്കി. അതുകൊണ്ടാണ് ഇക്കുറി ഡബിൾ എ റഹീമിന് അത് കൂടുതൽ ക്ഷീണം ഉണ്ടാക്കാനുള്ള സാധ്യതയിലേക്കാണ് പാർട്ടി പോകുന്നതെന്നുള്ളതാണ്. അപ്പോൾ ജില്ലയിലെ കരുത്തനും പാർട്ടി ജില്ലാ സെക്രട്ടറിയുമായ വി ജോയിയെ നിർത്തും എന്നും അറിയുന്നുണ്ട്. എന്തായാലും ജനസമ്മതിയുള്ള ജോയിക്ക് നല്ല പ്രതിച്ഛായയും ഉണ്ടെന്നാണ് അറിയുന്നത്. 16 തെരഞ്ഞെടുപ്പുകളിൽ ഇടത് സ്ഥാനാർത്ഥികൾ 11 തവണ ജയിച്ചപ്പോൾ 5 തവണ മാത്രമാണ് മണ്ഡലം കോൺഗ്രസിനെ തുണച്ചത്.